പാവല്ലേ ഞാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മൾ ഫോട്ടോയിൽ കണ്ട ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാം ഒരുപോലെ ഉണ്ടാവുക. ഐലാഷ് വേണം, വെച്ച് നോക്കാം. ഇന്നത്തെ നമ്മുടെ ബ്രൈഡാട്ടോ, എൻഗേജ്മെന്റ് ബ്രൈഡ്. അർച്ചന പറഞ്ഞോ. അർച്ചനക്ക് എന്താ വേണ്ടേ? എനിക്ക് ആക്ച്വലി ഒരു സിമ്പിൾ ലുക്ക് മതി പപ്പിത്ത. അർച്ചനക്ക് ഫൗണ്ടേഷൻ വേണ്ട. ഇല്ല, ഒരു നാച്ചുറൽ ലുക്ക് മതി, ചെറിയൊരു ഗ്ലോ മതി. പിന്നെ ഹെയർ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ജസ്റ്റ് സെന്റർ പാർട്ടീഷൻ ചെയ്തിട്ട് ബ്ലേഡ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഓവറായിട്ട് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ. വളരെ സിമ്പിൾ മതി. മേക്ക് ഇറ്റ് സിമ്പിൾ. അച്ഛനെ സുന്ദരി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് വേണ്ട ചെയ്ത് നമുക്ക് തുടങ്ങാം. വാട്ടർ പ്രൂഫ് ആക്കിയിട്ട് വേണം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ചെറുങ്ങനെ പാച്ചസ് വരുമോ? ചാൻസസ് ഉണ്ടോ? ആയതുകൊണ്ട് ചിലപ്പം സെറ്റ് ചെയ്താലോ എന്നുള്ളത്. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഒരു ഗ്ലോ മതി കേട്ടോ. ലെൻസ് ഒന്നും വേണ്ട. എനിക്ക് മാത്രം എന്താണോ ഇങ്ങനെ പോക്കറ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് എല്ലാരും അങ്ങനെ വരും. പിമ്പിൾസ് ഒന്നും വരില്ലല്ലോ. ഫേഷ്യല് ചെയ്യാൻ എന്താ പറയാ, പിടിച്ചു വെച്ച് ഫേഷ്യൽ ചെയ്യിച്ച ആളാ. പിമ്പിള് വരും. ഒരക്ഷരം അർത്ഥടിച്ചോട് ഹായ് പറയൂ. റൗണ്ട് ചെയ്തോ. എക്സ്പീരിയൻസ് നല്ലതായിരുന്നു കേട്ടോ, നല്ല റിലാക്സിങ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത്, പിന്നെ ഫസ്റ്റ് ടൈം നമുക്ക് ചെയ്യുമ്പോൾ ഉള്ള ചെറിയൊരു അതൊക്കെ അങ്ങനെ അതല്ലാതെ വേറെ ഒരു പ്രോബ്ലം. ചെയ്ത് കഴിഞ്ഞാലും എല്ലാം ഓക്കെ ആയിരുന്നു. ഭയങ്കര പേടിയായിരുന്നു അല്ലേ? ഭയങ്കര പേടിയായിരുന്നു. കാരണം എത്ര തവണയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടിയത്. പിമ്പിള് വരുമോ എന്നൊരു പല പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കഷ്ടകാലത്തിനെങ്ങാൻ പിമ്പിൾ വന്നിരുന്നെങ്കിൽ ഞാൻ പെട്ടു പോയേനെ. പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പക്ഷെ സ്കിന്നിന് ഒരു വ്യത്യാസം ഫീൽ ചെയ്തില്ലേ? ഒന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയി. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പിന് ആ ഒരു ഫിനിഷിങ് കിട്ടൂല. പ്രപ്പ് തന്നെയാണ്. സ്കിന്ന് പ്രപ്പ് ചെയ്യുമ്പോൾ അതിൽ 3-4 സ്റ്റേജ് ഉണ്ട്. ഒരൊറ്റ പ്രോഡക്റ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യാം. 3-4 പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് സ്കിന്നിന്റെ പ്രപ്പ് തന്നെ വരിക. ഐലാഷ് വേണം, വെച്ച് നോക്കാം. ഒന്നും സമ്മതിക്കാത്തത് കൊണ്ട് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യേണ്ടി വരും. മേലൊക്കെ നോക്കിക്കണേ. ആണ് രണ്ടാമത്തെ പാക്കേജ് കേട്ടോ, റൂബി പാക്കേജ്. പാക്കേജാണത്. കുറച്ചൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലിമക്ക് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചൊരു ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. ആ പ്രോഡക്റ്റിന്റെ വ്യത്യാസം അത്. ഞാൻ പറഞ്ഞു, നമ്മൾ ഫോട്ടോയിൽ കണ്ട ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാം ഒരുപോലെ ഉണ്ടാവുക. നേരിട്ട് കണ്ടാൽ തന്നെ ആ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഇന്ന് മിനിമൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അടുത്ത പ്രാവശ്യം വിടും. ഇല്ലെങ്കിൽ വീട്ടിലിരുന്നു കല്യാണത്തിന് മേക്കപ്പ് വേണ്ടാന്ന്. എനിക്ക് മറ്റേ നമ്മള് HD പാക്കേജ് ഒന്നാണെങ്കിൽ അത് ഭയങ്കര ഡ്യൂയി ലുക്കാണ് വരിക. ആ ഹെവിനെസ് ഉണ്ടാവുകയല്ല. ഡിപ്പെൻസ് ഓൺ പാക്കേജാണ് എപ്പോഴും. നമ്മൾ ഏത് ലുക്ക് വരുന്നെന്നുള്ളത് പ്രോഡക്ട്സിനനുസരിച്ച് വ്യത്യാസം വരും. ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് നമ്മളൊരു ബേസിക് ആയിട്ട് നോർമൽ ചെയ്യുന്ന നിർത്താൻ പറ്റുമോ? കഴിഞ്ഞല്ലേ? അത് മതി. എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പോലെ ഞാൻ നിർത്തിയില്ലേ? അവിടെ നിർത്തി. പറയല്ലോ, ഒന്നുമില്ല. ഇനി എന്തെങ്കിലും മുണ്ടല്ലേ സെറ്റ് ആവാൻ പോണേ. ഇത്രയല്ലേ ഉള്ളൂ സാധനം. മതി. അതിൻ്റെ ഡാർക്ക് സർക്കിൾ ഒന്നുകൂടെ കുറയ്ക്കണം. കുറയ്ക്കണ്ട. വേണ്ട, ഇത് മതി. വേണ്ട പാപ്പിത്ത, നാച്ചുറൽ ലുക്ക്. എനിക്കുള്ളതൊക്കെ അവിടെ വേണം. പാവല്ലേ ഞാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എന്താ വെച്ചാലേ അർച്ചന കളർ ഉള്ളതല്ലേ, അപ്പൊ ഈ ഡാർക്ക് സർക്കിൾ പെട്ടെന്ന് എടുത്ത് കാണിക്കും. സെറ്റ് ചെയ്യണ്ടേ? വിളിച്ചു പോകാൻ പാടില്ലല്ലോ. പാടില്ല. ഓരോ സ്റ്റെപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്താ ചെയ്യണേന്ന് കഴിഞ്ഞോട്ടോ. കണ്ണെഴുതാനോളും.
ഇത് മതി പപ്പ, ഇത് ബ്ലഷ് വേണ്ട, ബ്ലഷും കോണ്ടൂറിങ് വേണ്ട. എല്ലാം അങ്ങനെ ഇടൂല, ജസ്റ്റ് ടച്ച് ചെയ്യുള്ളൂ. ഇല്ല നീ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്ത് തരും സത്യമായിട്ടും. കുറച്ച് വേണ്ട, ചെറിയൊരു പിങ്ക്, അധികം വേണ്ട കേട്ടോ, എനിക്കതില്ലാന്ന് എല്ലാവർക്കും അറിയാം. ഈ ബാക്കിയുള്ള സംഭവമൊക്കെ ജന്മന ഉണ്ടായിരുന്നു. അത് നീ വെറുതെ ഇങ്ങനെ എക്സ്ട്രാ കേട്ടണ്ടല്ലോ. എനിക്കതില്ലാന്ന് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള സംഭവം ഉണ്ടായിരുന്നതാ ജനിച്ചപ്പോ തന്നെ. അങ്ങനെയല്ല, അത് തീരെ ഇല്ലല്ലോ. ഓക്കെ, യെസ്. ഇപ്പൊ ബ്ലഷ് ഇട്ടിട്ട് കൂടുതൽ തോന്നുന്നുണ്ടോ? ഇല്ല. ചെറിയൊരു പിങ്ക് കളർ അവിടെ വന്നില്ലേ? അത്രേ ചെയ്യൂന്ന് പറഞ്ഞത് അതാ. ഇതുപോലുള്ള എല്ലാരും എന്നെ തേടി ബസ് പിടിച്ചു വരും. അതാണ്. ലിപ്പും ന്യൂഡിലോട്ട് പോണോ? ലിപ്പ് ഏതാ നല്ലത്? കുറച്ചുകൂടെ ഭയങ്കര ഡാർക്ക് വേണ്ട. ഇത് ഡ്രൈ ആവോ കുറച്ച് കഴിഞ്ഞാൽ? കുറച്ചൊരു മോയ്സ്ചർ ഉള്ള ടൈപ്പാ, ലിക്വിഡ് അല്ലല്ലോ. ഡ്രൈ ആയി ഞാൻ തിന്നും. എന്തായാലും നമുക്ക് ആ സമയത്ത് ടെൻഷൻ കേടുമ്പോ ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ല വരും. അല്ലാതെ ഇങ്ങനെ ഇതായി നിൽക്കില്ലല്ലോ. എന്താ വെച്ചാൽ ഇത് പാലറ്റ് അല്ലേ, നമ്മളെ ലിക്വിഡ് തന്നെയാണ് കുറച്ചും കൂടെ ആ ഡ്രൈനെസ്. ഇത് നമ്മൾ യൂഷ്വലി ഡ്രസ്സ് ഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മാസ്കിൻ ടേപ്പില്ലേ, ആ ടേപ്പാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാഗ്നെറ്റിക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഇതാക്കിയിട്ട് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈസ് എന്താണോ ആ ഒരു സൈസിൽ നമുക്കിതിനെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ പ്ലേസ് ആവുകയും ചെയ്യും. അതേ സ്ഥാനത്ത് അത് ഡബിൾ ടേപ്പ് ഇൻവിസിബിൾ ആയതുകൊണ്ട് അത് ബോഡിയിൽ നിന്ന് കാണുകയില്ല, നമ്മുടെ ഫേസിൽ അത് കിടക്കുന്നത് കാണുകയില്ല. നമുക്ക് ഗ്ലൂ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു ടേപ്പും നമുക്ക് അങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഡ്രസ്സിൽ ഒട്ടിക്കാൻ മാത്രമല്ല, ടീക്ക ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എന്തായി? അടിപൊളി പപ്പിത്ത. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. സിമ്പിൾ നാച്ചുറൽ ലുക്ക്, ഓവറായിട്ടില്ല, ഒരു കുട്ടി ഫീലിംഗ് ഒന്നുമില്ല. ഫൗണ്ടേഷനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഫൗണ്ടേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്, ബ്ലഷും നമ്മൾ ഇട്ടിട്ടുണ്ട്, ഹൈലൈറ്ററും നമ്മൾ ഇട്ടിട്ടുണ്ട്, കോണ്ടോറിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ? ആ, ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ളവരോട് ഇപ്പൊ അതല്ലാതെ രക്ഷയില്ല. ബട്ട് നന്നായിട്ടുണ്ട്. ഞാൻ അറിയുന്നില്ല, ഒരുപാട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അറിയണില്ലല്ലോ, ഇല്ല ഇട്ടതായിട്ടൊന്നും ഇല്ല. ഇത് തന്നെയല്ലേ മനസ്സിൽ വിചാരിച്ച ലുക്ക്, ചെറിയ ഗ്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൂ. അടിപൊളി. അപ്പൊ കോൺഫിഡന്റ് ആണ്? യെസ്, ഓഫ് കോഴ്സ്. ബുക്ക് ചെയ്യുമ്പോഴുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇപ്പൊ ഇല്ല, നത്തിങ്, ഒന്നുമില്ല. അടിപൊളി. വീട്ടിൽ നിന്ന് ഇനി വിടൂല എന്നുള്ള പേടിയുമില്ല. വീട്ടിൽ നിന്ന് ഇനി വിടുമായിരിക്കും.